ഹായ് സുഹൃത്തുക്കളെ, പുതിയ വീഡിയോയിലേക്ക് എല്ലാവരും സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് കാരാപ്പുഴ ഡാമിൻ്റെ അടുത്തുള്ള വക്കയൻ വില്ലയിലാണ്. അപ്പോൾ അവിടുത്തെ വിശേഷങ്ങളുമായിട്ടാണ് ഞാൻ ഈ വീഡിയോയിൽ വന്നിരിക്കുന്നത്. ഈ ഒരു വിഷ്വൽ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും എന്താണെന്നുള്ളത്. കാരണം വയനാട്ടിലൊക്കെ വന്നു പോകുന്ന ആളുകൾക്കൊക്കെ താമസിക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്പോട്ടാണത്. കാരണം നിങ്ങൾക്ക് പല ലൊക്കേഷനിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മൾ തിരഞ്ഞെടുക്കുന്ന ഒരു താമസ സൗകര്യമാണ് ആദ്യം നോക്കിയെടുക്കുക. അപ്പോൾ അതിന് പറ്റുന്നൊരു സ്പോട്ട് തന്നെയാണ് ഈ ഒരു വക്കൈൻ വില്ല എന്ന് പറയുന്നത്. കാരണം ഇവിടുത്തെ ആംബിയൻസ് ഒരു നല്ല ഒരു നൈസ് ആംബിയൻസാണ്. കാരണം റൂമിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്ക് പുറത്തോട്ടുള്ള വ്യൂവും റൂമിൻ്റെ പുറത്തോട്ട് ഇറങ്ങിയിട്ടുള്ള വ്യൂ ഒക്കെ അതിമനോഹരമാണത്. റൂമിൻ്റെ സെറ്റപ്പൊക്കെ നിങ്ങളിപ്പോൾ നോക്കുമ്പോൾ തന്നെ ഏകദേശം നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഇത് കാണുമ്പോൾ ഒരു അടിപൊളിയാണ്. കാരണം നമ്മൾ ഈ ഒരു ജനലിൻ്റെ അടുക്കള വശത്ത് കൂടെ നമ്മൾ കാണുന്ന കാഴ്ച ബാണാസുര ഡാമിൻ്റെ ഒക്കെ ആ ഒരു വ്യൂ ആണ് ശരിക്കും കിട്ടുന്നത്. പുറത്തിറങ്ങി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രൈവറ്റായിട്ട്, അത് നിങ്ങൾക്ക് ഒരു കപ്പിൾസ് ആണെങ്കിൽ കപ്പിൾസ് മാത്രമായിട്ട്, അല്ലെങ്കിൽ ഫാമിലി ആണെങ്കിൽ ഫാമിലി മാത്രമായിട്ട് തങ്ങാൻ പറ്റുന്നൊരു പ്രീമിയം ലെവലുള്ള ഒരു വില്ല തന്നെയാണത്. നിങ്ങൾക്ക് മറ്റുള്ള ബഹളങ്ങളോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ അതിനൊക്കെ പറ്റിയൊരു സ്പോട്ട് തന്നെയാണത്. ഞാനെന്തായാലും ഇതിൻ്റെ നമ്പറും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ വെക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ വന്നു പോകുന്ന ആളുകൾക്കൊക്കെ ഇത് മസ്റ്റായിട്ടൊന്ന് ഈ ഒരു സ്പോട്ട് ട്രൈ ചെയ്യുക. കാരണം നിങ്ങൾക്ക് സ്പോട്ട് കണ്ട പോലെയാണ്. അതേപോലെ നല്ലൊരു സ്റ്റേയും ആണ് ഇത്. അതേപോലെ തന്നെ അഫോർഡബിൾ ആയിട്ടുള്ളൊരു പ്രൈസിലാണ് ഇപ്പോൾ തരുന്നത് അത്. അപ്പോൾ നിങ്ങൾ മസ്റ്റായിട്ടൊന്ന് ഇവിടെ വരുന്ന ആളുകളൊന്ന് ട്രൈ ചെയ്യുക. റൂംസൊക്കെ നല്ല നീറ്റ് ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ളൊരു റൂംസാണ്. ഇത് ശരിക്കും ബെഡ്റൂമാണ്. ബെഡ്റൂമിൽ നിന്ന് പുറത്തോട്ടുള്ള വ്യൂ എന്ന് പറയുന്നത്, നമ്മൾ ജസ്റ്റ് ഒന്ന് പുറത്തോട്ട് പോയി കഴിയുമ്പോൾ തന്നെ ഈ ഒരു വിഷ്വലൊക്കെ കിട്ടും നിങ്ങൾക്ക്. അപ്പോൾ നിങ്ങൾ ഒന്ന് ആലോചിച്ചാൽ മതി എത്രത്തോളം മനോഹരമായിട്ടുള്ളൊരു വ്യൂ ആണ്. നോക്കിക്കേ, അടിപൊളിയാട്ടോ, അടിപൊളി വ്യൂ ആണ്. അടിപൊളി വ്യൂ ആണ്, ഒരു രക്ഷയില്ല. കിഡിലും വ്യൂ. കുട്ടികൾക്കുള്ള പാർക്ക് വരെ ആ ഒരു വില്ലയ്ക്കകത്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ സ്വിമ്മിംഗ് പൂളൊക്കെ ആണെങ്കിൽ സെപ്പറേറ്റ് നിങ്ങൾക്ക് ആ വില്ലിനകത്ത് തന്നെ ഉള്ള കുട്ടികൾക്കൊക്കെ വേണ്ടിയിട്ടുള്ള സ്വിമ്മിംഗ് പൂള് വലിയവർക്കാണ്. അതുമാത്രമല്ല കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള പ്ലേ ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ. ഈ ഒരു വിഷ്വൽ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അപ്പം അത്രയും ഒരു നല്ലൊരു വൈബ് കിട്ടുന്നൊരു സ്പോട്ട് തന്നെയാണത്. അപ്പോൾ മസ്റ്റായിട്ടും ട്രൈ ചെയ്യുക. ഇതാണ് ഇതിൻ്റെ അപ്പാർട്ട്മെൻറ്റിൻ്റെ മൊത്തത്തിലുള്ളൊരു വ്യൂ. കാരണം ഈ ഒരു പ്രോപ്പർട്ടിക്കകത്ത് ഈ ഒരു വില്ലയിൽ താമസിക്കുന്ന ഒരു ഫാമിലി മാത്രമേ അലൗഡ് ഉള്ളൂ. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് പ്രീമിയം ലെവലിൽ തന്നെ ഇവിടെ വന്ന് താമസിച്ച് പോകാൻ പറ്റുന്നൊരു സ്പോട്ടാണത്. ഈ ഒരു വിഷ്വൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളത് ഏത് സീസണാണെങ്കിലും ഈ ഒരു കാഴ്ച അതിമനോഹരമാണ് ശരിക്കും. അതിൻ്റെ അപ്പുറത്തപ്പുറത്തൊക്കെ വില്ലാസും കാര്യങ്ങളുണ്ട്. എന്നിരുന്നാൽ പോലും നമുക്ക് കുറച്ചൊക്കെ ഹൈറ്റ് കൂടിയ ഏരിയ ആയതുകൊണ്ട് ഒന്നുകൂടെ കറക്റ്റായിട്ട് കാണാൻ പറ്റും. കാരണം വെറുതെ നമുക്ക് കഥ പറഞ്ഞിരിക്കാൻ, സ്വറ പറഞ്ഞിരിക്കാനൊക്കെ നല്ലൊരു സ്പോട്ട് തന്നെയാണത്. നമ്മൾ വെറുതെ ഡാം സൈഡിൻ്റെ പരിസരത്തേക്ക് ഇറങ്ങേണ്ട ആവശ്യമില്ല. ഇവിടെ നിന്നുകൊണ്ട് തന്നെ നമുക്ക് അവിടത്തേക്കുള്ള വ്യൂ സൂപ്പറായിട്ടുള്ളൊരു വ്യൂ തന്നെയാണത്. പല സീസണുകളിലും പല ടൈപ്പിലുള്ള ഓഫറും കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ കൊടുക്കുന്ന ഡിസ്ക്രിപ്ഷനിൽ നോക്കിയിട്ട് നിങ്ങൾ വിളിച്ച് അവരുടെ നേരിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്യാം നിങ്ങൾക്ക്. പിന്നെ അതിനനുസരിച്ച് നിങ്ങളുടെ ടൂർ പ്ലാനിങ് കാര്യങ്ങളൊക്കെ ചെയ്യാം. എന്തായാലും ഇത് അടിപൊളി സ്പോട്ട് തന്നെയാണ്, അതിൽ യാതൊരു മാറ്റവും. കാരണം റൂംസൊക്കെ നീറ്റാണ്. ഞാനത് മുൻപ് പറഞ്ഞിട്ടുണ്ട്, എന്നാലും പറയുകയാണ് ഒന്നുകൂടെ. നിങ്ങൾക്കൊരു ഈ ഒരു ഇത് വിഷ്വലൊക്കെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. കാരണം നമ്മൾ റൂമിനെ കാണിച്ചിട്ട് കൂടുതലൊന്നും പറയാമല്ല. കാരണം നിങ്ങൾക്കത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾക്ക് തന്നെ വേണമെങ്കിൽ ഭക്ഷണമൊക്കെ പ്രിപ്പയർ ചെയ്യാം. അതിനുള്ള ഫെസിലിറ്റീസും കാര്യങ്ങളുണ്ട്. അല്ലെങ്കിൽ പുറത്തുനിന്നാണെങ്കിൽ അങ്ങനെ എല്ലാം കൊണ്ടും നിങ്ങൾക്ക് നല്ലൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു സ്റ്റേ ആണ് നിങ്ങൾക്ക് അവിടെ ഉദ്ദേശിക്കുന്നതെങ്കിൽ മസ്റ്റായിട്ടും ഇവിടെ ഒന്ന് വരിക. കാരണം അത് നേരത്തെ മഴയുടെ ഒരു വിഷ്വൽ ഉണ്ടായിരുന്നു. ഇപ്പോൾ മഴയില്ല, കുറഞ്ഞപ്പോൾ ഉള്ളൊരു വിഷ്വലാണ്. നോക്കിയാൽ എന്ത് ഭംഗിയുണ്ട് നോക്കിയാൽ. അടിപൊളിയായിട്ടത്. ഇതിപ്പോൾ നമുക്ക് ഈ മൊബൈലിൽ കാണുമ്പോൾ തന്നെ, അല്ലെങ്കിൽ കമ്പ്യൂട്ടറിലോ അല്ലെങ്കിൽ ടി വിയിലോ കാണുമ്പോൾ തന്നെ നല്ലൊരു വൈബ് തന്നെയാണ്. അപ്പോൾ നേരിട്ട് കാണുമ്പോൾ അതിൻ്റെ 100 മടങ്ങായിരിക്കും ഉണ്ടാവുക. അപ്പോൾ എന്തായാലും ഇത് മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്യുക എല്ലാവരും.